പിന്നെ ആരുണ്ട് ഇപ്പൊ ഈയിടെ ജാസിനെ പോലെ ഉണ്ട്. എന്താ ട്രാൻസ്ജെൻഡറിനെ പോലെ ഇരിക്കുന്നല്ലോ. അതിലല്ല വിഷമം, ഈ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ടെന്ന് ഇവര് ട്രാൻസ്ജെൻഡർ മനുഷ്യരല്ലേ. സീരിയലിന് ആർട്ടിസ്റ്റ് തന്നെയാണ് കോസ്റ്റ്യൂം. മെജോറിറ്റി ഡ്രസ്സ് ഞങ്ങളുടെതൊക്കെ തന്നെയാണ് ഓൺ കോസ്റ്റ്യൂം. അതിന് ഞങ്ങൾ ഒരു വലിയൊരു ബഡ്ജറ്റ് മാറ്റി വെക്കേണ്ടത് ആവശ്യമുണ്ട്. എന്റെ റോളുകൾ ഈ ഒരു റേഞ്ചിൽ മാത്രം നിൽക്കുമോ, എനിക്ക് നായികയാവാൻ പറ്റില്ല, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് വലിയ ചിന്തയൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് വരെ അങ്ങനത്തെ കമന്റ് വരാറുണ്ട് അല്ലേ, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, കുറച്ച് വെളുപ്പ് കൂടുതലാണ്, അല്ലെ പൂച്ചക്കണ്ണാണ്. നമ്മൾ ആര് എന്ത് ചിന്തിക്കും, നമ്മൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഓരോ കമന്റ് ഒക്കെ വിനോട് പോയി ചോദിക്കട്ടെ, എനിക്ക് വിഷമം. നല്ലൊരു ആണാണെങ്കിൽ അല്ലെ നല്ലൊരു പെണ്ണാണെങ്കിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ കറക്റ്റ് അവരെ റിയൽ അക്കൗണ്ടിൽ ഒരാളിന് എത്ര അക്കൗണ്ട് തുടങ്ങാമല്ലോ. ഇപ്പൊ അവിടെയുള്ള ആൾക്കാരും തെളിഞ്ഞും മറഞ്ഞും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ആൾക്കാർ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഒരു സ്ത്രീയെ കണ്ടിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുമ്പോ ആകാശിന് ഒരു സ്ത്രൈണതയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞാൽ. അതിൽ ആകാശം വളരെ കംഫർട്ടബിളും വളരെ ഓക്കെ ഹാപ്പിയാണ്. എല്ലാവരും ഉള്ളിൽ ഒരു ഫെമിനിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല അന്വേഷിക്കും. എനിക്ക് എന്താ ഇവരായിട്ട് ബന്ധം, നമ്മൾ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവരുടനെ വിചാരിക്കും ഇവരാകുമ്പോ ഇവൻ ആ ടൈപ്പ് ഓഫ് പോകുന്ന ആൾക്കാരാണ്. എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം. അത് മതി. എനിക്ക് ആർക്കും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അല്ലെങ്കിൽ നായികയാകാൻ വലിയ താല്പര്യമില്ല. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണല്ലോ. സീരിയലിലെ അമ്മായിയമ്മ പോലെ എന്റെ അടുത്ത് എടുക്കല്ലേ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കേരളത്തിൽ പ്രൈം ടൈമിൽ കാണിക്കുന്ന സീരിയൽസിന്റെ നിലവാരം, അതെന്താണ് പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുമ്പോഴും വലിയ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റോടുകൂടി വലിയ കാഴ്ചക്കാരോടുകൂടി മുന്നേറുന്നതാണ് സീരിയലുകൾ. അതാണ് റിയാലിറ്റി. പത്തരമാറ്റ് എന്ന സീരിയലിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്ന 2 പേർ, ജലജ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന സ്മിത ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ആകാശ് എന്നിവർ ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഈ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് സീരിയൽ അതിന്റെ നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു, മികച്ച സീരിയലിന് അവാർഡില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പലപ്പോഴൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആളുകൾക്ക് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു ഓഡിയൻസിന് സീരിയലിൽ ഭയങ്കരമായിട്ട് ആളുകൾ ക്രൈവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാക്കി എല്ലാ എൻഗേജ്മെന്റ്സും മാറിയിട്ട് സീരിയൽ കാണാൻ തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതെപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ചിന്തയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബോധരക്ഷനായിട്ടോ വരാറുണ്ടോ? അത് ഓരോ സമയത്തും ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ ജോണേഴ്സ് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ സീരിയലിനെ പോലെയല്ല ഇപ്പോഴത്തെ. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടും പിന്നെ സ്റ്റോറി ലൈൻസ് ആയാലും ഇപ്പം എല്ലാം കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ ഒരു സാധാരണ വീട്ടിൽ എന്തൊക്കെ നടക്കുന്ന പോലത്തെ കാര്യങ്ങളായിരുന്നു പണ്ടുള്ള സീരിയലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സീരിയലൊക്കെ നോക്കുമ്പം കുറച്ചും കൂടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള. അപ്പം ഈ കാണുന്ന ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ഒരു 70% ആൾക്കാരും ഈ ഭയങ്കര എന്താ പറയുക ഒരു ബിഗ് ആയിട്ടുള്ള അപ്പൊ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. അല്ല ഇപ്പൊ ഇവർ എന്തായിട്ടിരിക്കുന്നത്, ഇവർ എങ്ങനെ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. പണ്ടുള്ളതൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സീരിയൽസ് ആയിപ്പോ. ഇപ്പൊ ഞങ്ങളുടെ പത്രമായിട്ട് തന്നെ എല്ലാവരും ചോദിക്കും ഒരു ഹിന്ദി സ്റ്റൈൽ. കാരണം നമ്മളിടുന്ന കോസ്റ്റ്യൂംസ് ആയാലും ഞങ്ങളുടെ വീട് ഭയങ്കര വലിയൊരു വീട്ടിലാണ്. ഞങ്ങൾ അനന്തപുരി തറവാട് എന്ന് പറഞ്ഞൊരു വലിയൊരു ലാബറേറ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മൾ കാണില്ലേ. അപ്പൊ അതുപോലത്തെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ കൂടുതലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടല്ലോ സീരിയലിന്. പ്രായമുള്ള ആൾക്കാർക്ക് വേറെ എന്റർടൈൻമെന്റ്. ഇപ്പോഴും നമ്മുടെ നാട്ടില് കേരളത്തില് നൈറ്റ് ലൈഫ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് കുറച്ച് കുറവാണ് മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ ആൾക്കാർക്ക് ഒരു 7 മണി തൊട്ട് 10 മണി വരെ ചിലപ്പോൾ പുറത്തു പോകാൻ വലിയ താല്പര്യം, അങ്ങനത്തെ ഇതില്ലാത്ത ആൾക്കാർക്ക് സീരിയൽ വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഈ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അത് അതിനെപ്പറ്റി പല തിയറീസും കേട്ടിട്ടുണ്ട് സീരിയലിനെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾക്ക് അത് ഒരു ബൈ കേർട്സി കൊടുക്കുന്ന രീതികളുണ്ടെന്നും ചില ആൾക്കാരെ സ്വന്തമായിട്ട് വാങ്ങുകയാണ്, അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ സീരിയൽസിന്റെ കോസ്റ്റ്യൂംസിന്റെ പിന്നിലത്തെ സത്യം എന്താണ്? കോസ്റ്റ്യൂം നമ്മൾ തന്നെയാണ്. സീരിയലിന് ആർട്ടിസ്റ്റ് തന്നെയാണ് കോസ്റ്റ്യൂം, അവരുടെ സ്വന്തമാണ്. ഓർണമെന്റ്സും സ്വന്തമാണ്. ചിലത് നമ്മൾക്ക് ഇപ്പം ഓരോരോ കൊളാബറേഷൻ ആയിട്ട് ഓരോരോ ബൊട്ടിക്സ് ആയാലും ഓരോരോ തരും. അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഒരു ആഡ് പോലെ നമ്മൾ അതൊരു വീഡിയോസും ഫോട്ടോസും കൊടുക്കുന്നു. ഒരു മെജോറിറ്റി ഡ്രസ്സ് ഞങ്ങളുടെതൊക്കെ തന്നെയാണ്.
ഓൺ കോസ്റ്റ്യൂം. അതിന് ഞങ്ങൾ ഒരു വലിയൊരു ബഡ്ജറ്റ് മാറ്റി വെക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ബിക്കോസ് ഞങ്ങൾ ഒരു ദിവസം തന്നെ ഒരു ഏകദേശം ഒരു 13-14 സീൻസ് പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ ഏകദേശം ഞങ്ങൾ ഒരു 5-6 കോസ്റ്റ്യൂം മാറിയാണ്. അപ്പോൾ ഒരു 15 ദിവസം ആകുമ്പോൾ എത്ര? അപ്പോൾ അതിനൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് എന്നല്ല, കുറച്ച് റീസണബിൾ പ്രൈസ് ആണെങ്കിലും കുറച്ച് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മന്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ എല്ലാ ദിവസവും ഒരു പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി പോകുന്നത് പോലെയാണ് പലപ്പോഴും സീരിയലിലെ നായികന്മാരെ കാണാറ്. എപ്പോഴും ഫുള്ളി ഒരുങ്ങിയിട്ടാ ഉണ്ടാവുക. അത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുങ്ങും. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന്റെ അടുത്ത എഫേർട്ട് എത്ര ഉണ്ടാവും? അതായത് ഈ ഓർണമെന്റ്സ് റിപ്പീറ്റ് ആവാൻ പാടില്ല, ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യണം, ആ ട്രെൻഡുമായിട്ട് നിലനിൽക്കണം. ഇത് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും ഇത് പറഞ്ഞു തരികയൊന്നും ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തരും ഇല്ല, കുറച്ച് ഇപ്പൊ റിച്ച് ആയിട്ടുള്ള സാരി ഉടുക്കണം അങ്ങനെയുള്ള ക്യാരക്ടർ ആണെങ്കിൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സെൻസ് ആണ്. ഓർണമെന്റ്സ് ഇപ്പൊ ഇന്ന സാരിക്ക് ഇന്ന കമ്മലിട്ടാ കൊള്ളാം, അതൊക്കെ ആരും പറഞ്ഞു തരാനൊന്നും അവിടെ ആരും ഇല്ല. ഇവൻ എനിക്ക് പറഞ്ഞുതരും, ഞാൻ പറയും. പക്ഷെ അവിടുന്ന് നമ്മുടെ ഡയറക്ഷൻ സൈഡിലാണെന്നെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണ് അങ്ങനെ ആരും അങ്ങനെയൊന്നും പറയാറില്ല. ഇപ്പൊ സിനിമയിലെ പോലും കോസ്റ്റ്യൂമർ ഉണ്ട്, അവര് അയണിങ് സെഷനും കാര്യങ്ങളൊക്കെയാ. പക്ഷെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്നും സജഷൻസ് ഒന്നും ആരും പറഞ്ഞു തരില്ല. നമ്മളുടെ സെൻസ് നമുക്കറിയാലോ. ഇപ്പൊ ജലജ, അതായത് ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റോൾ ആകുമ്പം അപ്പം എന്ത് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. അതില് എന്ത് വേണമെങ്കിൽ ഇടാം, എത്ര ഓവർ ആയാലും ഇടാം. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് അതിൽ നായിക എന്നുള്ള ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന്, അപ്പൊ സാധാ ഒരു കോട്ടൺ സാരി, ഒരു നോർമൽ സാരി, അപ്പൊ അധികം ജ്വൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ്, വെറൈറ്റീസ് ഓഫ് ട്രെൻഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ ഏട്ടനായിട്ട് അഭിനയിക്കുന്ന ഒരു സാധാ ഒരു ഫാമിലിയിലെ നല്ല ഒരു ഫാമിലി മാനാണ്. അപ്പോൾ ഒരു ഫോർമൽസ് അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ മിക്സ് മാച്ച് ചെയ്ത് അതെ നമ്മള് മേക്കപ്പ് മാത്രം അവിടെ നിന്ന് ചെയ്യും. ഇവരെല്ലാരും ഓൺ മേക്കപ്പ് ആണ്. മേക്കപ്പ് മാൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യും. ഈ ഇപ്പൊ സീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പൊ വില്ലത്തിയാണല്ലോ ചെയ്യുന്നത്. ഈ വില്ലത്തി എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രായവും മകന്റെ പ്രായവും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണല്ലോ. ഡിഫറൻസ് വരുന്നില്ല, വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ലല്ലോ. അപ്പൊ പക്ഷെ മീൻസ് ഓൺ സ്ക്രീനിലേക്ക് വരുമ്പോ അത് അമ്മയും മകനുമാണ്. ആസ് എൻ ആക്ടർ അപ്പൊ അമ്മയാണല്ലോ, അമ്മ വേഷമാണല്ലോ. ഇത് കൂടി പോയാൽ ചിലപ്പോ അമ്മൂമ്മ വരെയൊക്കെ നീളുള്ളൂ. അങ്ങനെയല്ല, സോക്കോൾഡ് അമ്മൂമ്മ, അതുവരെ അല്ലത് നീളുള്ളൂ. അപ്പൊ ഇത് ഇനി എന്റെ റോളുകൾ ഈ ഒരു റേഞ്ചിൽ മാത്രം നിൽക്കുമോ, എനിക്ക് നായികയാവാൻ പറ്റില്ല, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് വലിയ ചിന്തയൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് അല്ലെങ്കിൽ നായികയാകാൻ വലിയ താല്പര്യമില്ല. അല്ല, നമുക്കറിയാലോ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ, അല്ലെങ്കിൽ അതുപോലത്തെ കഥകൾ, ഇപ്പൊ കുടുംബവിളക്ക് അല്ലേ, അങ്ങനത്തെ ക്യാരക്ടർ വരണം. അല്ലാണ്ട് ഒരിക്കലും നായികയെ വിളിക്കാൻ സാധ്യത വളരെ കുറവാ. എനിക്ക് അമ്മായിമ്മ തന്നെ വിളിക്കുമ്പോ ദേഷ്യം വരാറുണ്ട്. പിന്നെ ഇപ്പം വിളിച്ചു 2-3 സീരിയൽ എല്ലാം അമ്മ അല്ല ഒരു കുറച്ച് മൂത്ത ഒരു ഏട്ടത്തി, ഒരു ചേച്ചി, അങ്ങനത്തേത് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ക്യാരക്ടർ എല്ലാം അമ്മ തന്നെ ആകാതെ. ഈ സീരിയൽസ് കാണുന്നതിന്റെ എഫക്ട് ആളുകളിൽ ഉണ്ടാവുന്നു, ആളുകളുടെ സ്വഭാവം മാറിപ്പോവും സീരിയൽസ് കണ്ട, അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു, ഇൻഫ്ലുവൻസ്. അതായത് സീരിയലിൽ കണ്ടിട്ടാണ് ഓരോ അമ്മായിമാര് എല്ലാരോടും ഞാനൊരു കോമൺലി പറഞ്ഞ, അവര് പറയും നിങ്ങൾ ഈ സീരിയൽ കാണുന്നോണ്ടല്ല, സീരിയലിലെ അമ്മായിമ്മ പോലെ എന്റെ അടുത്ത് എടുക്കല്ലേ. അതൊക്കെ ഒരു കാലം ഈ അമ്മമാര് ഭയങ്കര ഡീപ്പായി പോവല്, മനസ്സിലായില്ലേ? ആ ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും അവര് ഒരാളായിട്ട് അതാണ് അവരുടെ സ്വഭാവം, ഇതാണ് എന്ന് അവരൊരു ഫിക്സ് ചെയ്യും അമ്മമാര്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതുപോലെ അവരോട് ബിഹേവ് ചെയ്യാൻ കണ്ടു മായുമല്ലോ, പിറ്റേ ദിവസം കാണുമല്ലേ. അപ്പൊ അത് അവരിങ്ങനെ ഒരു ഇപ്പൊ ഞങ്ങളുടെ 365 ഞങ്ങളുടെ എപ്പിസോഡ്സ് ആണ്. അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എപ്പിസോഡ് ഇല്ലാണ്ടുള്ളൂ. അപ്പൊ അവര് ഡെയിലി കാണല്ലേ. ഈ ജയൻ ചേർത്തല പോലുള്ള ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവര് സീരിയലിൽ ചെയ്തിട്ടുള്ള റോള് വെച്ചിട്ട്, അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് വെച്ചിട്ട് റിയൽ ലൈഫ് അദ്ദേഹം അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. കാരണം മലയാളി സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അതായത് നമുക്ക് ഇപ്പൊ തമിഴിലൊക്കെ ഈ വില്ലന്മാരെ, രജനീകാന്തിനെ അടിച്ച വില്ലന്മാരെ അടിക്കാൻ വേണ്ടി ആളുകൾ ഓടിക്കുന്നത് പോലെ ഓടിക്കാറില്ല. പക്ഷെ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അപ്പൊ ഇൻ ലൈഫ് നിങ്ങളൊരു മോശ സ്വഭാവമുള്ള ഒരാളാണ് തിയേറ്റർ
ഈ സീരിയൽസ് ചെയ്യുമ്പോഴെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ റിയൽ ലൈഫിൽ ആളുകൾ വിശ്വസിക്കും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അങ്ങനത്തെ എന്നെ കാണുന്ന ആൾക്കാർ പറയും, എന്നെ നേരിൽ കാണുമ്പം ഒരു കുഴപ്പമില്ല, ഒരു പാവമാണ്, പക്ഷെ അതിനകത്ത് കാണുമ്പോൾ എനിക്ക് അടിക്കാൻ തോന്നും. അങ്ങനെ അപ്പം അവർ മനസ്സിൽ നമ്മൾ അതിൽ ഒരു എന്നെ സംബന്ധിച്ച ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ജലജ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു സക്സസ് ആണത്. ഹൗ ദേ അക്സെപ്റ്റിംഗ് എന്നുള്ളതില്ലേ. അപ്പം അത് നമ്മൾ അവര് അത്രമാത്രം അവര് അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഇൻവോൾവ് ആയതുകൊണ്ടാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇത്രയും ഇതിൽ നിൽക്കുന്നുണ്ട്, നമ്മള് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, നമ്മുടെ നോർമൽ റിയൽ ലൈഫ് അവർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അവരിങ്ങനെ കുഴപ്പമില്ല, കളിയും ചിരിയൊക്കെ ഉണ്ട്, ഒരു തമാശ പറയുന്നവരാണെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് എന്നെ കാണുമ്പോ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ പാവമാണല്ലേ. ഓഫ് ക്യാമറ വീഡിയോസ്. ഈ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന ഈ പ്രത്യേകതരം ഭാവങ്ങളുണ്ടല്ലോ ക്ലോസപ്പിൽ, ഞാൻ അത്രയും ഭാവം ഇടാറില്ല. ഉണ്ടാക്കുക എളുപ്പമാണോ ആക്ച്വലി? ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മള് സീരിയൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ശ്വാസമൊക്കെ മുട്ടും. സത്യം, ഞങ്ങൾ രണ്ടും പറയും ഈ സാധനം ഉണ്ടാക്കണം. പണ്ടത്തെ മിക്സഡ് ഒരു സൗണ്ട് പോലെ ചിലര് നമ്മളെ അങ്ങനെ ചെയ്യും. അതായത് അവർക്ക് മനസ്സിലൊരിതുണ്ട് ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സട്ടിലായിട്ട് ചെയ്താലും ഇല്ല കുറച്ചും കൂടെ സിനിമയെക്കാട്ടിലും കൂടുതൽ ക്ലോസസ് വരുന്നത് സീരിയൽസിലാണ്. അപ്പം അവർക്ക് ആൾക്കാരിൽ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരൂടെ റിയാക്ഷൻ ഇട്ടാലേ പറ്റൂ. ഞാൻ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോ എന്നെ ഭയങ്കര ചീത്തവിളിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ലേ, നെഗറ്റീവാണ്, ഇച്ചിരൂടെ ഇടണം. നമ്മളെ റിയൽ ലൈഫിൽ ആരും അങ്ങനെ അത്രയും ഇല്ല. ഈ കണ്ണുകളും ഒക്കെ അത്രയും തുറപ്പിക്കാൻ അല്ല, ആ ട്രെൻഡ് ഇപ്പൊ അങ്ങനത്തെ ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് കുറവാണ്. ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു ഫെമിനിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ ഫെമിനൈൻ നേച്ചർ ഉണ്ടെന്നും അവർക്ക് മാസ്കുലിനായ റോളുകൾ എടുത്താൽ പോകില്ല, അല്ലെങ്കിൽ എടുക്കാൻ അവരെ കാസ്റ്റ് ചെയ്യാൻ അത് ഒരു കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല എന്ന് പറയുകയും, എന്നാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ആളുകൾ നന്നായി പെർഫോം ചെയ്യാറുണ്ട്. അത് ആകാശം സ്വയം ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഓഫ് സ്ക്രീൻ ഞാൻ എന്താണെന്നുള്ളത് എന്റെ കാര്യമാണ്. ഓൺ സ്ക്രീനിൽ എന്നെ സംബന്ധിച്ച് എന്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും അതിനകത്ത് ഉണ്ടാവില്ല, റിയൽ ലൈഫിൽ ഉണ്ടാവരുത്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവർക്കും ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉള്ള പേഴ്സൺസ് ആണ് ഹ്യൂമൻ ബീങ്സ് എല്ലാം, ഫീമെയിൽ മെയിൽ. അത് ചിലപ്പോൾ ഡൗൺ ആവാം, ഹൈ ആവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൽ ചിലപ്പോൾ എന്റെ ഫിസിക്കലി ഞാനിപ്പോ എന്നെ നേരിൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പലതും തോന്നുമായിരിക്കും, അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് ആണ്. ഞാൻ സ്ക്രീനിൽ ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ ഇന്നത്തെ കാലത്തിനെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കിയത് MGR, ശിവാജി ഗണേശൻ അവരെല്ലാം ഡാൻസ് പഠിച്ചിട്ടാണ് അവർ അഭിനയിക്കാൻ വരുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവം സഹായിച്ച് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വരില്ല. ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിത്തൗട്ട് ഡാൻസ് ഐ കാൻ ഡു എനിത്തിങ്. ഒന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ അല്ലാണ്ട് ഇപ്പം ഈ സ്ക്രിപ്റ്റ് അല്ലാണ്ട് എൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എന്നോട് ഇവരെല്ലാം ഓൾറെഡി എല്ലാം പഠിച്ചെല്ലാം, കാരണം എനിക്ക് മലയാളം ബേസിക്കലി ഞാൻ ചെന്നൈയാണ്, തമിഴാണ്, ഹാഫ് മലയാളി ഹാഫ് തമിഴാണ്. ഇവരൊക്കെ എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം ഓൾറെഡി സീൻസ് എല്ലാം കൊടുക്കും. എനിക്ക് ആ സമയത്ത് ആര് പ്രോമിറ്റ് ചെയ്തിരുന്നു അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ മുമ്പേ സീൻസ് വായിച്ചിരുന്നുണ്ടെങ്കിലും എൻ്റെ ഡയലോഗ്സ് ഒന്നും എനിക്കിത് ഓർത്ത് പറയാൻ പറ്റില്ല. ആ സ്പോട്ടിൽ പറഞ്ഞ് ഞാൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഡാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം പിടിച്ച് നിൽക്കുന്നു. എൻ്റെ ക്യാരക്ടർ ചെയ്തിട്ട് ഇന്ന് വരെ ഒരാൾ ഒരു മോശം പറഞ്ഞിട്ടില്ല, ദൈവം സഹായിച്ച്. നമ്മളെ പേഴ്സണൽ ലൈഫ് വേറെ, നമ്മളെ പ്രൊഫഷണൽ ലൈഫ് വേറെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതിൽ എനിക്കിതൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പം എല്ലാവരും നല്ലത് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയുന്നില്ല, ഒരാൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ നമ്മൾ അത്രയും ടൈം നമ്മളെ സ്റ്റഡി ചെയ്യുന്നു. ആ പുള്ളിയുടെ ലൈഫിൽ പുള്ളിക്ക് ചെയ്യേണ്ട കാര്യം ആ ടൈം പോലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ അതിൽ നല്ല സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ ഓക്കെ. ഇന്ന് വരെ ഇത്രയും ഏകദേശം എൻ്റെ 13 ഇയേഴ്സായി. എൻ്റെ 12th സീരിയലാണത്. 12th അല്ല 13 തന്നെയാണ്. സോ ഇതുവരെ ദൈവം സഹായിച്ച എനിക്കൊരു ബാഡ് കമൻസ് എൻ്റെ ക്യാരക്ടർ വൈസ് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കൂടുതൽ ചെയ്തിട്ടുള്ള നെഗറ്റീവാണ്. ഇപ്പം നേരത്തെ നമ്മുടെ ഈ ഹോർമോൺസിന്റെ ബാലൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ലാലേട്ടൻ ഈ അടുത്തൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെമിനൈൻ നേച്ചറിനെ എംബ്രേസ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആൻഡ് എല്ലാ ആണുങ്ങളുടെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അല്ല അതിന്റെ ഒരു തെളിവാണല്ലോ നമ്മുടെ മെയിൽ ഹോർമോൺ ഫീമെയിൽ ഹോർമോൺ. എന്തുകൊണ്ട് മെയിലിന് മെയിൽ ഹോർമോൺ മാത്രം ഇല്ലാത്ത അല്ലേ? എത്രയോ ലേഡീസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആസ് എ മെയിൽ ഇല്ലേ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫെമിനിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ഒരു മിക്ക ആർട്ടിസ്റ്റിലും ഉണ്ടാവില്ലായിരുന്നു. വിനീതേട്ടനൊക്കെ എത്ര സിനിമ അഭിനയിച്ചു, പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസർ അല്ലേ? ഞാൻ മനസ്സിലാക്കിയതോളം എന്നെ സംബന്ധിച്ച് ഡാൻസ് ഉണ്ടാവുക മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഫെമിനിറ്റി ഉണ്ട്, ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല അന്വേഷിക്കും. ഇപ്പൊ എന്റെ ഫെമിനിറ്റി ഞാൻ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് അത് എന്തുണ്ടെങ്കിൽ മറ്റാളിനെ ഒരു ഹേർട്ട് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതില്. ഇപ്പൊ ഞാനിരിക്കുന്ന ഇപ്പൊ എന്റെ കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറെ ഒരാളിനൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആകാശിന് ഒരു സ്ത്രൈണതയുണ്ട് എന്നാണ് പറഞ്ഞാൽ അതിൽ ആകാശം വളരെ കംഫർട്ടബിളും വളരെ ഓക്കെ ഹാപ്പിയാണ്. ഓക്കെ, അതാ പറഞ്ഞത്. ഇപ്പം ഈ ഓപ്പോസിറ്റ് ആളിന് ചിലപ്പോൾ ഇത് തോന്നണമെന്നില്ല. ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 5 പേര് ഞാൻ നല്ലതാണ് അല്ലെ ഞാൻ ഇങ്ങനെയാണെന്ന് അവർ സ്റ്റാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പലർക്കും പല മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പലർക്കും പല വിഷൻ ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഇല്ലേ? മതി. എന്നറിയോ, ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ല ഇപ്പൊ. കാരണം നമ്മൾ ഈ ഒരു ആളിനെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തുമാത്രം നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതെല്ലാം മറിച്ചിട്ടാണ് മറ്റാൾക്കാരടുത്ത് നമ്മൾ അവരെ മോശമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോ നമ്മളെ പറയുന്ന ആയുർവേദം വേറെ ഉണ്ടാവും. അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ആം. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം, അത് മതി. എനിക്ക് ആർക്കും നമുക്ക് ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും നമ്മൾ പ്ലീസ് ചെയ്തും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കുറിച്ച് നല്ലതേ പറയാം കേട്ടോ, എന്നെ കുറിച്ച് മോശം പറയരുത്, എന്നെ കുറിച്ച് നല്ലത് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കമന്റ്സ് ഒന്നും വായിക്കാറ് പോലും ഇല്ല. അവർ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഹാപ്പിയാണ്. കാരണം അവരവരെ ഫാമിലി ചെലവാക്കുന്ന സമയം അവർ എനിക്ക് വേണ്ടി ചെലവാക്കുന്നത് അല്ലേ? ഈ ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യോ? മറ്റവർക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യോ? അപ്പൊ ഈ കുത്തിരുന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെ, നമ്മുടെ ആ വീഡിയോയ്ക്ക് ഇത്രയും പാരഗ്രാഫ് ഞാൻ നമ്മുടെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂല് ഞാൻ നോക്കിയപ്പോ ഇതിന് എങ്ങനെ സമയം കിട്ടുന്നു? ഇത് അക്ഷരത്തെറ്റില്ലാണ്ട് അതും ഈ കമന്റ്സിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കാണ്. അപ്പൊ അവര് നമ്മളെ നോക്കുന്നുണ്ട്, അവര് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് ടൈം സ്പെൻഡ്, അവർക്ക് വേണ്ടി ഫാമിലിക്ക് ചെയ്തൂടെ? പുള്ളി ആര് ചെയ്യുന്നു? അവരുടെ ലൈഫിൽ അവരുടെ ഫ്യൂച്ചറിൽ വേണ്ടി എന്തെങ്കിലും ടൈം നോക്കിക്കൂടെ? ആരും ചെയ്യുന്നില്ലല്ലോ. അതിനകത്ത് ഈ ആൺ പെൺ വേർതിരിവിലൊക്കെ ഒരുപാട് കമന്റുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും. അതിലേതെങ്കിലും പേഴ്സണലി വേദനിപ്പിക്കോ അല്ലെങ്കിൽ ഒന്നും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് കയറിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമേ അല്ല. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ തോന്നുന്നു അങ്ങനെ ആയിക്കോട്ടെ. എന്താണ് നമ്മൾ ഒരു ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ എന്താണ് അർദ്ധനാരീശ്വരൻ പറയേണ്ട ആവശ്യം എന്താണ്? ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുണ്ട്, ഒരു പുരുഷനിൽ ഒരു സ്ത്രീ ഉണ്ട്. ഈക്വൽ ബാലൻസിങ് ആണ് എല്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളത് എങ്ങനെ കാണുന്നുള്ളതാണ്. എന്നെ കൊണ്ട് മറ്റാൾക്കാർ ഉപദ്രവം ഉണ്ടോ അത് മാത്രം നോക്കി. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം, നിന്റെ ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണ്. എൻ്റെ ഫാമിലിക്ക് ഇല്ല, എൻ്റെ കൂടെയുള്ളവർക്കില്ല, പിന്നെ മറ്റാൾക്കാർക്ക് എന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്നു. ബി യുവർ സെൽഫ്. എനിക്ക് ഒറ്റ വാക്ക് ഞാൻ എല്ലാവരും ഇവളോട് ഞാൻ എപ്പോഴും പറയും, ബി യുവർ സെൽഫ്. നമ്മൾ ആര് എന്ത് ചിന്തിക്കുന്നു നമ്മൾ ജീവിക്കാൻ ഞാൻ ഇല്ലില്ല, ആദ്യമൊക്കെ ഡൗൺ ആകുമായിരുന്നു, ഇപ്പൊ ആകുന്നില്ല. പക്ഷെ ഡയറക്റ്റ് നമ്മുടെ ബാക്കിൽ പോയി പറയുമ്പോഴൊക്കെ ഞാൻ ഡൗൺ ആവും ജസ്റ്റ്, പക്ഷെ കുറച്ചു നേരത്തിന് മാത്രം. അല്ല, അതാ പറഞ്ഞത് ബി യുവർ സെൽഫ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ മറ്റാൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ലൈഫ് വളരെ ഷോർട്ട് പീരിയഡ് ആണ്. നമ്മളെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോണിന് വരെ ഈ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ഒരു എക്സ്പയറി ഡേറ്റ് ഇടും ഇല്ലേ? യു ക്യാൻ യൂസ് ബിഫോർ ദിസ്. ഇതാണ് അതിന്റെ വാറന്റി. മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, എക്സ്പയറി ഉണ്ടോ? ഇല്ല. അപ്പം ഷോർട്ട് പീരിയഡിൽ ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഡോണ്ട് ബോദർ അബൌട്ട് എനിവൺ എനിത്തിങ്. ബി യുവർ സെൽഫ്, ദാറ്റ്സ് ഓൾ. ബി പോസിറ്റീവ്. നമ്മളെ കൊണ്ട് മറ്റാൾക്കാരെ ചിരിപ്പിക്കുക, അത് ഏറ്റവും വലിയൊരു പാടാണ്. കഷ്ടമുള്ള ഒരു ജോലിയാണ്. നമ്മളെ ആൾക്കാരെ വേണ്ടി തമ്മിലടിപ്പിക്കാം, ദേഷ്യപ്പെടാം, പക്ഷെ ഒരാളിനെ ചിരിപ്പിക്കുക എന്നുള്ളത്, ഇല്ലെങ്കിൽ അവരെ സന്തോഷമായിട്ട് നമ്മുടെ സർക്കിളിനെ സന്തോഷമായിട്ട് വെക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്.
അപ്പൊ എനിക്ക് മാക്സിമം ഞാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും, ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കും. അതിലൂടെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. That's all. സ്മിത ശരിക്കും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കാരണം എല്ലാപ്പോഴും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് മുണ്ട് അല്ല, മടക്കി അതെന്തിനാ വിചാരിക്കുന്ന സ്ഥലത്ത് അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ കാണുന്ന എല്ലാ മസ്കുലിൻ പേഴ്സൺസിനും അവരെ ബിഹൈൻഡിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് പുറമെ ആർക്കും അറിയുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഐ എം എ മാൻ, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ബോഡി ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ വാക്കിംഗ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അത് മറ്റാൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ നടന്നില്ലെങ്കിൽ? പക്ഷെ അവരുടെ ഉള്ളിൽ ഭയങ്കര ഫെമിനിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടോ നിങ്ങള്? ഞങ്ങളോ? എല്ലാം സംസാരിക്കും. ഇങ്ങനത്തെ എല്ലാം ചോദിക്കും. ഞാൻ സംശയം ചോദിക്കും, ഡൗട്ട് ചോദിക്കും. പക്ഷെ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവാണ്. ആ കാര്യം വിചാരിച്ച് ഇപ്പൊ ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാലോ അങ്ങനെ ഒരു സംഭവം ഇതിനെ കുറിച്ച് എന്നോട് സംസാരിക്കണ്ട, ഇതൊക്കെ ഇത്രയും ചെറിയ കാര്യമൊക്കെയാണോ നീ സംസാരിക്കുക, അങ്ങനെയാ. അത് വളരെ പോസിറ്റീവായി എടുക്കുന്ന ആളാണ്. അത് ഭയങ്കരമായിട്ട് പേഴ്സണലി എടുത്തിട്ട് അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആയോ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ഇതിങ്ങനെ നടക്കണമല്ലോ, ഞാൻ ഇങ്ങനെ നടക്കണമല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വരെ അങ്ങനത്തെ കമന്റ് വരാറുണ്ട് അല്ലേ? ഇഷ്ടംപോലെ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, കുറച്ച് വെളുപ്പ് കൂടുതലാണ് അല്ലെ, പൂച്ചക്കണ്ണാണ്, അപ്പൊ കുറെ നാളിന് അങ്ങനെ മുഖമുള്ള ഒരാൾ സ്ക്രീനിൽ വന്നു, അപ്പോഴത്തേനും നമ്മളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി അതിന്റെ അടി വന്നിട്ട് വേറെ കമന്റ് ഇടുക. അങ്ങനത്തെ പരിപാടി എനിക്ക് 2-3 വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പോയി ചോദിച്ചു, എടാ എന്തുവാടാ ഇത്? കാരണം നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല നേരിട്ട്. അതാ പറഞ്ഞു, ഇന്നുവരെ എന്റെ മുഖത്തൊക്കെ ഒരു മനുഷ്യൻ അങ്ങനെ ചോദിച്ചിട്ട് ചിലപ്പം അവർക്ക് തോന്നിയ ഞാൻ എന്ത് വിചാരിക്കുന്നായിരിക്കും. പക്ഷെ ഇതെല്ലാം എന്തിനു ബിഹൈൻഡ് സീനിൽ ഇങ്ങനെ ചെയ്യുന്നു പറയാ. ഈ പറയുന്ന ഈ ഇടുന്ന കമന്റ്സ് എല്ലാം എത്ര ജെന്യൂൻ അക്കൗണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ തന്നെ ഇട്ടാലും നിങ്ങളുടെ ആ ഒരു ചാനൽ ഇടുമ്പോൾ അതിനകത്ത് എത്ര ജെന്യൂൻ അക്കൗണ്ട് ഉണ്ട്. അതിന്റെ ആവശ്യം എന്താണ്? പറയാനുള്ള ആൾക്കാർ ജെന്യൂൻ അക്കൗണ്ട് അവർ ഓൺ അക്കൗണ്ടിൽ ഒന്ന് പറയണം, പറയണ്ടേ? എന്തിനാണ് ഒരു ഫേക്ക് അക്കൗണ്ട്, ഒരു പ്രൊഫൈൽ പിക്ക് പോലും ഇല്ലാണ്ട് ഇതിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം എന്താണ്? അല്ലേ? ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയണം. അതാണ് ഒരു ജെന്യൂനിറ്റി. അതാണ് നല്ലൊരു ആണാണെങ്കിൽ അല്ല നല്ലൊരു പെണ്ണാണെങ്കിൽ ഫേസ് ടു ഫേസ് ഇല്ലെങ്കിൽ കറക്റ്റ് അവരെ റിയൽ അക്കൗണ്ടിൽ ഒരാളിന് എത്ര അക്കൗണ്ട് തുടങ്ങാമല്ലോ. ഇപ്പം അവര് റിയൽ അക്കൗണ്ടിൽ ഒന്ന് പറയട്ടെ. അപ്പൊ ഈ കമന്റ്സ് വരുമ്പോ എല്ലാ അക്കൗണ്ട് ആ കമന്റ്സ് ഇട്ട് അക്കൗണ്ടിൽ കയറി നോക്കുമ്പോ അറിയാം 0 followers, 0 പോസ്റ്റ്, നത്തിങ് ഇസ് ദേർ. ഏറ്റവും ഹേർട്ട് ചെയ്തിട്ട് അങ്ങനെ ഓവർകം ചെയ്തിട്ടുള്ള ഒരു കമന്റ് എന്താ? പിന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്റെ അടുത്തോ? ഇദ്ദേഹം സ്മിത അത് ഫസ്റ്റ് ടൈം ഇവള് എന്താ ട്രാൻസ്ജെൻഡറിനെ പോലെ ഇരിക്കുന്നല്ലോ കണ്ടിട്ട്, അല്ല ഞാൻ കൂടെ ഇരുന്നിട്ട് പറയാം, എനിക്ക് കുഴപ്പമില്ല. അവർ കമന്റ്സ് വന്നപ്പോൾ ഇവൾ ഭയങ്കര വിഷമിച്ചാക്കു ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, നീ ഒരാളുടെ ഭാര്യയാണ്. നീ ഈ ഒരു കമന്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാരെ കാഴ്ചപ്പാടാണ് പ്രശ്നം. ഒരു സ്ത്രീയെ കണ്ടിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുമ്പോ അപ്പൊ ബാക്കിയുള്ളവർ എന്തൊക്കെ പറയാം? അല്ല, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എന്താണ് കുഴപ്പം? ജനിക്കുമ്പോഴും ആരും അങ്ങനെ ആയിട്ടല്ല വരുന്നത്. ഓരോരുത്തർക്ക് എങ്ങനെ ജീവിക്കണം, ഓരോരുത്തർക്ക് അതിനുള്ള അവകാശമുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ജീവിക്കാം. അതാണ് ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞത്, ആരും ഹേർട്ട് ചെയ്യാണ്ട്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? അങ്ങനെ അവൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് ഫസ്റ്റില്. ഈ സീരിയൽ സ്റ്റാർട്ടിങ്ങില് അക്കു ഈ എപ്പിസോഡ് കണ്ടോ അക്കു, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നറിയോ, ഹെയർ സ്റ്റൈല് മാറ്റും. ഉണ്ടോ? അത് ഭയങ്കര പ്രശ്നമായി. ഇതിന് മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട്. പിന്നെ ആരുണ്ട് ഇപ്പൊ ഈയിടെ ജാസിനെ പോലെ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ അങ്ങനെയും പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടില്ല. അപ്പൊ അതിനൊക്കെ നീ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എവിടെ നിൽക്കും? അതല്ല, എനിക്ക് അതിലല്ല വിഷമം. ഈ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ടെന്ന് ഇവര് പറയാം. ട്രാൻസ്ജെൻഡർ മനുഷ്യരല്ലേ? ഇപ്പൊ അത് വളരെ അംഗീകരിച്ച് അങ്ങനത്തെ കമ്മ്യൂണിറ്റി എല്ലാം അവർക്ക് സെപ്പറേറ്റ് ഇല്ലേ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അവരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മള് റിയൽ ലൈഫിലുള്ള ലുക്കും സ്ക്രീനിൽ ചിലർക്ക്
അല്ലേ ഇപ്പൊ നിങ്ങള് ചിലപ്പോ സ്ക്രീനില് വേറെ ഒരു അല്ലേ ഒരു അപ്പിയറൻസ് അങ്ങനെ. അപ്പം ചില നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറിയാലോ അങ്ങനെ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വെളുപ്പ് അല്ലെ, ഇപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരാണ് അല്ലേ. ഞാൻ മനസ്സിലാക്കിയത്തോളം സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും ഭംഗിയുള്ള ജനിച്ചപ്പോ ഉള്ളതിനൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എന്ത് ഭേദമാണ് ആലോചിച്ച് നോക്കൂ. അവർ ഏത് മേഖലയിൽ ഇല്ല. എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്, ഇവൾക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഏതൊരു മേഖലയെ നോക്കില്ല, ഇപ്പം നമ്മൾ സീരിയൽ ഇൻഡസ്ട്രിയിലാണ് പോട്ടെ, സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പൈസ മേടിച്ച് ജോലി ചെയ്യുന്ന എത്രയോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം ഓൾമോസ്റ്റ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അതിന് വരെ പറയുന്നു അയ്യോ എന്താണ് സ്മിതയ്ക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാരും കൂട്ടുകാര്, അവരുമായിട്ട് എന്താണ് കൂട്ടുകാര്. കാരണം ഞാൻ അത്രയും ആർട്സ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പൊ മേക്കപ്പ് എല്ലാരും ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മൾ അവരോട് കൂട്ടാകും. ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാരാണ്. അതെ, ഒരു ലേഡീസ് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ഒരു ലേഡീസ് സാരി ഉടുക്കുന്നതിനെക്കാട്ടും ഒരു ട്രാൻസ്ജെൻഡർ എന്റെ നീറ്റായിട്ട് സാരി ഉടുക്കുന്ന അറിയോ? ഒരു മെയിൽ മേക്കപ്പ് മാൻ ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. അതെ, അവർക്ക് എല്ലാ കാര്യങ്ങളും. ഇതിൽ എത്ര അഡ്വക്കേറ്റ്സ് ഉണ്ട്, എത്ര പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിഷമൊക്കെ ആരുടെ അടുത്ത് നിന്നിട്ടാ പറഞ്ഞിട്ടുള്ളത്? എല്ലാരോടും പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഇങ്ങനത്തെ കാര്യം അക്കുവിന്റെ അടുത്ത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവിടെയുള്ള ആൾക്കാരും തെളിഞ്ഞും മറഞ്ഞും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പം ഈ പറഞ്ഞ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തികളുമായിട്ട് അധികം അടുപ്പുണ്ടാവും. കാരണം അവിടെയുള്ള എല്ലാവർക്കും എനിക്കും അക്കുനും മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്. എനിക്ക് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഉള്ളവരെല്ലാം കൂടുതൽ ന്യൂ കമ്പേഴ്സാ. അവർക്ക് ആർക്കും അങ്ങനെയുള്ള ഡാൻസർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരും വലിയ ഇപ്പൊ അവരുടെ സ്വഭാവം എങ്ങനെയാ, നമ്മൾ അവരുടെ കൂടെ ഇരുന്ന എത്ര സന്തോഷകരമാണെന്ന് നമുക്കറിയാം. നമ്മൾ എന്തോരം ചിരിക്കും, തമാശ പറയും. അവർക്ക് അതൊക്കെ ഇപ്പോഴും ഒരു സ്റ്റിഗ്മയാ. അപ്പൊ അവര് ഇവളെന്താണ് അവരുമായിട്ട് ഭയങ്കര കൂട്ടം. ട്രാൻസ്ജെൻഡർ എനിക്ക് അറിയുന്ന കുറെ ഫ്രണ്ട്സ് ആയിട്ട് ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കില്ല. സ്ത്രീ ആയി മാറി അവർ ആയിട്ടുണ്ടെങ്കിൽ സ്ത്രീ ആയിട്ട് തന്നെ കണക്കാക്കുക, ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ പുരുഷനായിട്ട് കണക്കാക്കുക. ബൈ ബർത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷെ ആ ഒരു പേര്, അത് തമിഴിൽ നല്ലൊരു വാക്കുണ്ട്, തിരുനങ്കൈ. ആ ഒരു വാക്കിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ? ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരിക്കലും ഒരു മലയാള വാക്കല്ല, ഇംഗ്ലീഷാണ്. തിരുനങ്കൈ എന്ന് പറയുന്നത് അത് ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു വാക്കാണ് തിരുനങ്കൈ. അതായത് ഒരു ആമ്പളെ പൊമ്പളെന്നതിനെക്കാട്ടിലും ഈ രണ്ടുപേർ കിട്ടുന്ന ഒരു പദവിനെക്കാട്ടും ഏറ്റവും വലിയൊരു വാക്കാണ് തിരുനങ്കൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അവരെ കൂടെ സംസാരിക്കാൻ അവർ എന്ത് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരെന്നറിയാം. അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതായിരിക്കും. പക്ഷെ ആരും അവർ അതിനു വേണ്ടി നിൽക്കുന്നവരല്ല. ഈ പല ആൾക്കാരും ചില തെറ്റിദ്ധാരണകളുണ്ട്, ഇവർ ഇതാണ്, ഇവരെ കൂടെ നടന്നാൽ ഇവരിങ്ങനെ ആയിരിക്കും. ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഇടുമ്പോൾ അവരൊക്കെ ഇവന്ത് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്, നിനക്ക് എന്താ ഇവരായിട്ട് ബന്ധം? നമ്മൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടനെ വിചാരിക്കും ഇവരാകുമ്പോൾ ഇവൻ ആ ടൈപ്പ് ഓഫ് പോകുന്ന ആൾക്കാരാണെന്ന്. മനസ്സിലായില്ലേ? ഒരു അസെപ്ഷനാണ് ഇതെല്ലാം. ഇപ്പം എന്നെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്നെക്കുറിച്ച് ഒരു കാര്യം അറിയുന്നുണ്ടാവില്ല. അപ്പം ആൾക്ക് എന്തും പറയാമെന്നുള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എന്തും പറയാമെന്ന് ആയിപ്പോയി ഇപ്പം. മനസ്സിലായി? നല്ലതാണ് ഓപ്പൺ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, പക്ഷേ അത് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. അതിലെന്ത് സന്തോഷം കണ്ടെത്തുന്നത്? നിങ്ങളെ കൊണ്ട് 10 പൈസയ്ക്ക് പ്രയോജനമില്ല അല്ലേ? നിങ്ങൾക്ക് ഒരു സാധനം ഒരു ഈ ട്രാൻസ്ജെൻഡർ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് എത്ര പേർക്ക് സാധാ ഇത്രയും വലിയ വലിയ ആൾക്കാർ എത്ര പേർക്ക് ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും? ഇവർക്ക് എല്ലാവർക്കും ഒരു ജോലിയുടെ സാധ്യത ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ വേറെ രീതിയിൽ പോവില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഈ കാണുന്ന എല്ലാ ആക്ട്രസും എല്ലാം ഇവരെന്തിനാണ് ഇരിക്കുന്നത്? അവരൊരു എന്താ പറയുക, ഒരു ഹോംലി പേഴ്സൺ ആയിട്ടാണ് അവരെ കാണുന്നത്. ദേ ആർ സേഫ് വിത്ത് ദം. സോ അതുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ ഇല്ല. ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ വിചാരിക്കുമായിരിക്കും എന്താ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. അല്ല, എനിക്ക് നമ്മൾ ആ സറൗണ്ടിങ്ങിൽ അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഈ വർക്ക് സ്പേസിൽ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാത്തൊരവസ്ഥ, നമ്മൾ തീരെ ഓക്കെ അല്ല, എന്നാൽ നമ്മൾ പെർഫോം ചെയ്യണം. ഈ പറഞ്ഞ 13-14 മണിക്കൂറുകൾ അത് കുറച്ച് ടാസ്ക് പിടിച്ചൊരു കാര്യമല്ലേ? ഭയങ്കര ഡിപ്രഷൻ വരും സത്യം.
പക്ഷെ എല്ലാരും പറയുന്നത് നമ്മൾ സീരിയലിലോ സിനിമയിലോ ചെന്ന് അധികം ആരോടും കൂട്ടുകൂടാൻ പാടില്ല, അവനവന്റെ കാര്യം നോക്കണം, ഇത് ഇവിടുന്ന് കഴിയും. അത് തന്നെ എല്ലാരും പറയുന്നത്. സംടൈം അത് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. സംടൈംസ്, എല്ലായിടത്തും അല്ല, സംടൈംസ് നമുക്ക് ഒരാൾ ഓക്കെ എല്ലാം തോന്നി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഓവറായിട്ട് അവരെ സ്നേഹിച്ച് ഇതായി, കാരണം ഇത് ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ ഹാർഡ് വർക്കിന്റെ കാര്യം എന്നോട് ചോദിച്ചില്ലേ, ഈ 14-16 hours വെച്ചോ, 15 hours വെച്ചോളൂ. നമ്മൾ വീട്ടിനകത്ത് ആകെ സ്പെൻഡ് ചെയ്യുന്നത് 4 to 5 hours മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഷൂട്ട് നേരത്തെ കഴിഞ്ഞാലും ഞങ്ങൾ വീട് എത്തി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് പോയി ഭക്ഷണം കഴിച്ച് കുളിച്ച് കിടക്കുമ്പോഴത്തേക്കും എത്ര സമയമാവും? 12 മണിയാവും. ഞങ്ങൾ വീണ്ടും രാവിലെ 5:30 മണിക്ക് 6 മണിക്ക് വണ്ടി വരണമെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 മണിക്കെങ്കിലും എണീക്കണം. നമ്മൾ വീട്ടിലെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാ? നമ്മൾ സെക്കൻഡ് ഫാമിലിയാണ് എപ്പോഴും. എൻ്റെ സീരിയൽ എനിക്ക് അത്ര ഇഷ്ടം പറയാൻ കാരണം എനിക്ക് സിനിമ അങ്ങനെ പറയുന്നതല്ല, എനിക്ക് എപ്പോഴും എൻ്റെ സെക്കൻഡ് ഫാമിലി ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഒരു സീരിയൽ ഏകദേശം ഒരു 4-5 വർഷം പോകും, പോട്ടെ ഒരു മിനിമം ഒരു 2.5 വർഷം പോകും. അപ്പം നമ്മൾ വീട്ടിലെ അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ വൈഫിനെ സിസ്റ്ററിനെല്ലാം കാണുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ ഇവരാണ്. അപ്പം നമ്മൾ അവരെ ഒരു ഫാമിലി മെമ്പറായിട്ട് കാണുമ്പോൾ അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചിലപ്പോൾ സീനിൽ കാണിക്കണമെന്നില്ല, പക്ഷെ നമ്മളുടെ ആവശ്യം എന്താണ്? സീൻ നന്നായിട്ട് പോകണം. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് അവർക്ക് ഇഷ്ടമല്ലാത്ത ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മളത് കാണിക്കില്ല. അതാണ് ആക്ടിങ്. മനസ്സിലായില്ലേ? ജീവിതത്തും ഇതുമായിട്ട് ഒരിക്കലും മർജ് ചെയ്യാൻ പറ്റില്ല. ഈ മാനസികമായിട്ട് ഒട്ടടുപ്പില്ലാത്ത ഒരാളുടെ കൂടെ സീൻ ചെയ്യേണ്ടി വരുന്ന സമയത്തെ അതിനെങ്ങനെ ഓവർകം ചെയ്യാ? ആളുകളുടെ പേര് പറയണ്ട. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. പക്ഷെ അവിടെ കണ്ടിട്ടുണ്ട് അഭിനയിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെ സീരിയലിനല്ല, പൊതുവെ എല്ലാ സീരിയൽസിലും ഉണ്ടാവും. നമ്മൾ ഓരോ കഥകൾ കേട്ടിട്ടില്ല. ഇപ്പൊ തിലകൻ ചേട്ടന്റെ ഇന്റർവ്യൂ ഉണ്ട്, ലളിത ചേച്ചിയുമായിട്ട് സംസാരിക്കില്ലായിരുന്നു. അതെ, ഞാൻ അങ്ങനെ സംസാരിക്കാണ്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഇവനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മള് സീനില് ഞങ്ങള് സംസാരിക്കായിരിക്കും ചെറിയൊരു കാര്യത്തിന് പിണങ്ങിയാലും, പക്ഷെ ഞങ്ങൾ അങ്ങനെ സീനിൽ കാണിക്കില്ല. കട്ട് പറയുമ്പോൾ ഞങ്ങളെ വഴിയും ആരും മുഖത്ത് നോക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഞങ്ങളെ പത്തനംതിട്ട ഞാൻ ഇത്രയും വർഷം ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല സീരിയൽസ് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളെ ഡയറക്ടർ നല്ലൊരു ഡയറക്ടറാണ്. ഷൈജു സുകേഷ് എന്നാണ്. ഞങ്ങളെ പ്രൊഡ്യൂസർ രമേഷ് ബാബു സാറാണ്. ഞങ്ങളെ എല്ലാവരും മേക്ക് ചെയ്യുന്ന 2 പേരുണ്ട്, ജോസ് പേരൂർക്കട, ഉണ്ണി പേരൂർക്കട. പിന്നെ ഞങ്ങളുടെ എല്ലാ യൂണിറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ടീംസ് ഞങ്ങളെല്ലാവരും ഫാമിലി പറയാൻ ഇത്രയും വർഷം ഞാൻ ചെയ്തെങ്കിലും പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു ഇതില്ല. ബാക്കിയുള്ള സീനിലാക്കുമ്പോൾ ഓരോ സീൻ കഴിയുമ്പോൾ ഓരോരുത്തർ ഓരോ മുറിയിൽ പോയിരിക്കും. ഞങ്ങൾ എല്ലാവരും ഒരു മുറിയിലിരിക്കുക, അതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ വിചാരിക്കാതെ ഒരു സംഭവം ഇങ്ങനെ ആയിരുന്നോ, നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ, ഒരാളുടെ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അതൊരു ഹേർട്ട് അല്ലേ. ഈ കലാകാരന്മാർ പൊതുവെ സെൻസിറ്റീവ് ആണെന്ന് പറയുമല്ലോ. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ഞാനാണ്. കാരണം ഉള്ളത് പോലെ മുഖത്ത് വരും. കാരണം എന്താ വെച്ചാ നമ്മൾ പറയുള്ള അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. നീ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് അത് വീണ്ടും ബിൽഡപ്പ് ആണത്. അതൊരിക്കലും ചെയ്ത് ഫേക്ക് ആവരുത്. പറയാനുള്ള മുഖത്ത് നോക്കി പറയാ. അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ആൾക്ക് ഇഷ്ടം ആവണമെന്നില്ല, പക്ഷെ എൻ്റെ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഓപ്പോസിറ്റ് എന്ത് വിചാരിച്ചുള്ളത് വേറൊരു കാര്യം. അതുപോലെ ഇമോഷൻ കരയണമെങ്കിൽ കരയുക. പണ്ടേ ഒരു ഇതുണ്ട്, ആണുങ്ങളെ കരയില്ല പെണ്ണുങ്ങളെ കരയുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല. ആണുങ്ങൾ ചിലപ്പോൾ ബാത്റൂമിൽ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് കരയുമായിരിക്കും. അല്ലേ? ആ സീൻ ഞാൻ ചെയ്തോണ്ട് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. സോ അതാണ് എല്ലാവർക്കും ഇമോഷൻസ് പ്രകടിപ്പിക്കുക. സന്തോഷമാണെങ്കിൽ സന്തോഷം, ദേഷ്യമാണ്. കാരണം ഇമോഷൻ എന്നുള്ള കാര്യം അത് അത്രയും വാല്യൂ ആയിട്ടുള്ള സാധനമാണ്. അത് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും അപ്രിസിയേഷൻ ചെയ്യില്ലാരും, നീ ചെയ്ത് നല്ലതാണ്, അല്ലെ ചെയ്യുന്ന മോശം എന്ന് പറയും. അത് ശരിയല്ല കേട്ടോ. അതെന്തോ ഒരു പോലെ ഇച്ചിരി കൂടെ ആവാൻ മതി. പക്ഷെ നല്ലത് ചെയ്താലും അത് പറഞ്ഞാൽ ചിലപ്പോൾ അവന് കയറി അങ്ങ് ഇതാവും. താഴേക്ക് വാ ഒന്നുമില്ല, അതൊന്നുമില്ല. ഉള്ളത് പോലെ നമ്മൾ പറയാം, ചെയ്ത് നല്ലതെന്ന് പറയണം. അത് എന്തായാലും തെറ്റിയിരിക്കുന്നത്, എന്തെങ്കിലും നഷ്ടം സംഭവിക്കാറുണ്ടോ? ഒന്നും സംഭവിക്കില്ല. അത് നല്ലൊരു വാക്ക് പറഞ്ഞാൽ കഴിയാന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷെ അത് ചില ആൾക്കാർക്ക് പറയാൻ ഒരു മടിയാണത്. നല്ലത് പറയാൻ മടി, നല്ലത് അംഗീകരിക്കാൻ മടിയാണ്. മോശം ഉണ്ടെങ്കിൽ അതിനെ ഒരു വഴിയാക്കാൻ ആൾക്കാർക്ക് ഒരു മടിയില്ല. പക്ഷെ അതിന് കാണിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഈ നല്ല കാര്യത്തിൽ പറയില്ലായിരുന്നു. അത് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല, ഡയറക്ടേഴ്സ് ചെയ്യണമെന്നില്ല.
അപ്പോൾ അവർ വിചാരിക്കണ്ട ഈ സീനിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത സീനിൽ അവൻ ഭയങ്കര ഇത് കാണിക്കും, അങ്ങനെയൊന്നുമില്ല. ഉള്ളത് ഓപ്പണായിട്ട് പറഞ്ഞുതരാം, ജെന്യൂൻ ആയിട്ടിരിക്കുക, അറ്റ് ദ ലാസ്റ്റ് ജെന്യൂൻ ആയിട്ടിരിക്കുക. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.